അസ്സലാമു അലൈക്കും. റസിയാസ് പാർലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രണ്ട് പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് 2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കണം. ചൂടായി വരുന്നതിലോട്ട് 1 കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കണം. അതൊന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പം 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയത് അല്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ചൂടോടും കൂടി 2 സ്പൂൺ പാൽപ്പൊടിയും ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് 5 സ്പൂണും. എന്നിട്ട് ചെറിയ ചൂടോടും കൂടി തന്നെ നമുക്കത് വിരവി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് നല്ല മയത്തിലാക്കി എടുക്കണം. ബട്ടർ പേപ്പർ ഇട്ട് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് അതിലോട്ട് വെച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റാക്കി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. നെയ്യും പാൽപ്പൊടിയും കൊണ്ടുള്ള നമ്മുടെ പാൽപേട റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചെറിയ ചെറിയ പീസാക്കണം. നല്ല ടേസ്റ്റ് ആണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പാൽപേട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല ടേസ്റ്റ് ആണ്. മുട്ട ബുൾസ വെച്ച് എങ്ങനെ മയോനൈസ് തയ്യാറാക്കാം. 2 മുട്ടയാണ് ഞാൻ മയോനൈസ് ചെയ്യാൻ വേണ്ടി ബുൾസയാക്കിയത്. അങ്ങനെ 2 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട ബുൾസ ചെയ്ത തണുത്തപ്പം അതിലോട്ട് 8 അല്ലി വെളുത്തുള്ളി, 1 പിഞ്ച് ഉപ്പ്, 1/4 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ എണ്ണ, 1 നാരങ്ങയുടെ പകുതി. ഇതൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മയോനൈസ് റെഡി ആയിട്ടുണ്ട്. 2 മുട്ട ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് മയോനൈസ് ഉണ്ടാക്കാം.